എല്ലാം കഴിഞ്ഞപ്പോൾ അയൽവാസികൾ വന്ന് നിങ്ങളെ മകനെ കൊണ്ടുപോയില്ല. ഓ, നിങ്ങളൊരു ഭാഗ്യം തന്നെ. മകന്. അപ്പോൾ അയാൾ പറഞ്ഞു ആയിരിക്കാം. ഇതാണ് കഥ. ബാക്കി ശ്രോതാക്കൾ പൂരിപ്പിക്കട്ടെ. ചൈനീസ് കർഷകൻ, അദ്ദേഹത്തിന് ഒരു കുതിരയുണ്ട്. അപ്പോൾ ആ കുതിര ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ആലയിൽ നിന്നും കയറ് പൊട്ടിച്ച് കാട്ടിലേക്ക് പൊട്ടിച്ചു പോയി. ഇത് കണ്ടപ്പോൾ ആളുകൾ, അയൽവാസികളൊക്കെ കൂടിയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, എന്തോ ഒരു നല്ല കുതിരയായിരുന്നു, എന്താ പറ്റിയത്, കുതിര അങ്ങനെ കയറ് പൊട്ടിച്ച് പോയല്ലോ. ഓ, നിങ്ങളൊരു ഭയങ്കര കഷ്ടം തന്നെ, നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു ഭാഗ്യക്കേട് തന്നെയാണല്ലോ, അങ്ങനെ പോകാൻ അങ്ങനെ സംഭവിച്ചു, അങ്ങനെ പോവാറില്ലല്ലോ. കർഷകനോട് അപ്പോൾ കർഷകൻ പറഞ്ഞു ആയിരിക്കാം. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ കുതിര കാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ കൂടെ 7 കുതിരകളുമുണ്ട്. 7 കുതിരകളായിട്ടാണ് തിരിച്ചു വരുന്നത്. അങ്ങനെ 7 കുതിരകൾ ഇത് വന്ന് നിൽക്കുന്ന കണ്ട അയൽവാസികളെല്ലാം ഒരുമിച്ച് കൂടി, ഓ, ഭയങ്കര ഭാഗ്യം തന്നെയാണല്ലോ നിങ്ങൾക്ക്, ഒന്ന് പോയി എന്ന് വിചാരിച്ചു കൊടുത്തപ്പോൾ 8 കുതിരകൾ. അപ്പം നിങ്ങൾക്ക് വല്ലാത്ത ഭാഗ്യമാണല്ലോ കിട്ടിയത്. അപ്പോൾ അയാൾ പറഞ്ഞു ആയിരിക്കാം. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുതിരകളൊക്കെ ആയി. അതിൻ്റെ കൂടുതൽ അദ്ദേഹത്തിൻ്റെ ഏക മകനാണുള്ളത്. മകൻ ഈ കുതിരപ്പുറത്തൊക്കെ ഇങ്ങനെ മാറിക്കയറി 8 ഉണ്ടല്ലോ. അങ്ങനെ അതിലൊരു കുതിരപ്പുറത്ത് കയറിയ സമയത്ത് അത് വിരളി പിടിച്ചു. അതിൻ്റെ പുറത്തുനിന്ന് മകൻ വീണ് കാല് പൊട്ടി. അപ്പോൾ ആളുകൾ വന്ന് പറഞ്ഞു, ഓ, ആ കുതിര വന്നതിപ്പോൾ ആകെ സ്വിപ്പായില്ല, നിങ്ങളെ മോൻ ഇങ്ങനെയൊക്കെ കാല് പൊട്ടി, ഇതൊന്നും ഇപ്പം നേരാൻ പോകുന്നില്ല പെട്ടെന്നൊന്നും, അത്രക്ക് പൊട്ടാ വന്നത്, നിങ്ങളൊരു കഷ്ടകാലം തന്നെയാണ്. അപ്പം അയാൾ പറഞ്ഞു ആയിരിക്കാം. അങ്ങനെ മകൻ കിടപ്പിലായി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ചൈനയിലെ രാജാവിൻ്റെ പട്ടാളക്കാർ ഗ്രാമത്തിലേക്ക് വന്നു. പട്ടാളക്കാർ വന്നിട്ട് ഓരോ വീട്ടിൽ നിന്നും യുവാക്കളായിട്ടുള്ള ആളുകളെ, അല്ലെങ്കിൽ ഒരു കൗമാരക്കാരായ കുട്ടികളെ നിർബന്ധിത സൈനിക സേവനത്തിന് പിടിച്ചുകൊണ്ടുപോയി. ഇപ്പോൾ ഓരോ വീട്ടിൽ നിന്നും അവർക്ക് ഇഷ്ടമല്ലല്ലോ മക്കളെ പറഞ്ഞത്, പക്ഷെ നിർബന്ധിച്ച് കൊണ്ടുപോകും. ഓരോരുത്തരുടെ വീട്ടിൽ നിന്നും കൊണ്ടുപോയി ഇയാളെ വീട്ടിലെത്തി. ഇദ്ദേഹത്തിൻ്റെ മകനുണ്ടെന്ന് പറഞ്ഞു, ചെറുപ്പക്കാരനാണല്ലോ. മകനെ അടുത്ത് പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ മകന് കാല് പൊട്ടി കിടക്കാണ്. അപ്പോൾ അത് കണ്ടവർ പറഞ്ഞു, കാല് പൊട്ടിയാളെ കൊണ്ടുപോയിട്ട് കാര്യം, ഒരു മകനേ ഉള്ളൂ, കാല് പൊട്ടിയത് പറ്റൂല, വേണ്ടാന്ന് അവർ ഇറങ്ങിപ്പോയി. എല്ലാം കഴിഞ്ഞപ്പോൾ അയൽവാസികൾ വന്ന് നിങ്ങളെ മകനെ കൊണ്ടുപോയില്ല. ഓ, നിങ്ങളൊരു ഭാഗ്യം തന്നെ. മകന്. അപ്പോൾ അയാൾ പറഞ്ഞു ആയിരിക്കാം. ഇതാണ് കഥ. ബാക്കി ശ്രോതാക്കൾ പൂരിപ്പിക്കട്ടെ. അതെ. അപ്പോൾ നമ്മൾ പല കാര്യങ്ങൾക്കും ചില തീരുമാനങ്ങൾ എടുക്കുന്ന പല വിഷയങ്ങളുണ്ടാവും. അതെ. അതിൻ്റെയൊക്കെ പിന്നാലെ ചിലപ്പോൾ അതൊരു കഥയാണെങ്കിലും കണ്ട മാത്രയിൽ കേട്ട മാത്രയിൽ ചില നിലപാടുകൾ എടുത്ത് നമ്മൾ വിധി പറയുന്ന അവസ്ഥ നമുക്കൊന്ന് വേണ്ട. ഒന്ന് കാത്തിരുന്നാൽ ചിലപ്പോൾ അതിൻ്റെ ഒരു മറുവശം വന്നേക്കാം. വിധി പറയുക എന്നതിനും അപ്പുറം ഉണ്ട്. നിങ്ങൾ സംഭവം കറക്റ്റാണ്. എന്തെങ്കിലും കാണുമ്പോഴേക്ക് അല്ലെങ്കിൽ കേൾക്കുമ്പോഴേക്ക് അറിയുമ്പോഴേക്ക് അതിനൊരു വിധി പറയുകയും ചാടിപ്പുറപ്പെടുകയും ചെയ്യുക. രണ്ടാമത്തൊരു വിഷയമുണ്ട്. മിക്കവാറും ആളുകൾ ഈ ഒരു നഷ്ടത്തിൻ്റെ വിഷയം വരുമ്പോഴാണ് ഫീലിംഗ് കൂടുതൽ ടെൻഷനാകുന്നു. അതിനെക്കുറിച്ച് ആലോചിച്ച് ടൈം കളയുക. അതല്ലെങ്കിൽ നമ്മൾ എടുക്കാൻ തീരുമാനിച്ച പല ജോലികളും ഇതിൻ്റെ പേരിൽ എടുക്കാൻ കഴിയാതെ ആവുക, നമ്മുടെ ടൈം നഷ്ടപ്പെടുക, യാത്രകളില്ലാതെ ആവുക, നമ്മുടെ പ്രോഗ്രാമുകൾക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റാതെ ആവുക, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇത് ഒരു കാത്തിരിക്കുക, വെയിറ്റ് ചെയ്യുക. ഒന്ന് കലങ്ങിയിട്ട് തെളിയുമ്പോൾ എന്താണെന്നുള്ളതൊന്ന് കാത്തിരിക്കാൻ അത് കഴിയില്ല. അപ്പോഴേക്ക് തന്നെ തീരുമാനം എടുത്ത് കഴിഞ്ഞു പോയി. അതെ. കലങ്ങിത്തെളിയാൻ അല്പം സമയം കൊടുക്കുമ്പോൾ തീർച്ചയായും അവിടെ ആ തെളിച്ചത്തിന് കൂടുതൽ ഭംഗിയുണ്ടാകും, ആശ്വാസമുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവിടെ ആ ഒരു കാത്തിരിപ്പെന്ന് അള്ളാഹിൻ്റെ വിധിയിലുള്ള ആ വിശ്വാസത്തിൻ്റെ ഒരു കരുത്തുണ്ടല്ലോ, അതുകൂടി നമ്മൾ ചേർത്ത് വെക്കുമ്പോഴാണ് ഇതിൻ്റെ ചിത്രം നമുക്ക് പൂർത്തിയായി കിട്ടുക. അവിടെ അതിനാണ് ഒന്ന് എന്തിനും നമുക്കൊരു നന്മയായിരിക്കാം വിശ്വാസി. റസൂലിൻ്റെ ഒരു ഹദീസ് തന്നെ അവിടെ ഉണ്ടല്ലോ അല്ലേ, അജബല്ലി അംരിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ. ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണല്ലോ. അവനുണ്ടാകുന്ന ഏത് പ്രയാസത്തിലും ഏത് സന്തോഷത്തിലും അവന് അള്ളാഹുവിലെ ഒരു എൻഡ് അള്ളാഹുവിലേക്കായിരിക്കും, അതവന് ഖൈറായിരിക്കും എന്ന് റസൂലിൻ്റെ ഒരു വചനം നമ്മളോട് കൂട്ടി വെക്കാം.